തവണ ശ്രീ ഡേവിഡ് വിജയ് ആണ് ജാംനഗറിൽ നിന്നാണ്. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഈ വിഷയത്തില് ഇനി വരാനിരിക്കുന്നത് ഇപ്പോൾ ഗൾഫിലെ ക്രൈസിസ്, വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസ്, അത് ഒരു നല്ല നിലയിൽ അവസാനിച്ചില്ലെങ്കിൽ നമ്മൾ വരാൻ പോകുന്നത് വൻ ഭീതിജനകമായ ഒരു കാലഘട്ടമാണ്. കാരണം ഹോർമോസ് കടലിടുക്കിൽ കൂടി 130 കപ്പൽ കടക്കുന്നിടത്ത് ഒരു ദിവസം, ഒരു മാസമൊന്നുമല്ല കേട്ടോ, ഒരു ദിവസം 130 ടാങ്കേഴ്സ് കിടക്കുന്ന സ്ഥലത്ത് ഇതുവരയ്ക്ക് യുദ്ധം തുടങ്ങിയ ശേഷം കിടന്നിരിക്കുന്നത് 30 ടാങ്കറുകൾ മാത്രമാണ്, 30 കപ്പലുകൾ. അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന അതിഭീകരാവസ്ഥ നമ്മൾ അറിഞ്ഞും കണ്ടും എല്ലാവരും കൂടി സഹകരിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ കേന്ദ്രത്തിലെ കോർപ്പറേറ്റുകളെ സപ്പോർട്ട് ചെയ്യുക, കോർപ്പറേറ്റുകളൊന്നും ഒന്നും ചെയ്യുന്നില്ല. ടാറ്റയുടെ ഒരു പ്ലാന്റ് ഉണ്ട്, അവരുടെ സോളാർ വിൻഡിൽ നിന്ന് ഉണ്ടാക്കുന്നത്. അതിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര എന്നറിയാം, അതിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ലാഭമൊക്കെ കൂടി. അത് ഞാൻ കണക്ക് പറയാനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നില്ല ഒരു ഭാഗത്തായിട്ട്. അങ്ങനെ കോർപ്പറേറ്റുകളാണ് രാജ്യത്തിന് കുറച്ചുകൂടി രക്ഷയായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ അത്ര വലിയ കറണ്ട് ആകാതെ ഇവിടെ പോകും. കേരളത്തിൽ അങ്ങനെയല്ലേ, ഇതൊന്നും അനുവദിക്കില്ല. ഇലക്ട്രിസിറ്റി ബോർഡ് എത്ര കൂട്ടിയാലും ആ ചാർജ് അനുസരിച്ച് പ്രൈവറ്റുകാർക്ക് ലൈസൻസ് കൊടുക്കും, ഒന്നും ചെയ്യില്ല. പിന്നെ ചില സ്ഥലങ്ങളുണ്ട്, കൽക്കട്ട പോലത്തെ, അങ്ങനെ പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന കാലത്ത് അവിടെ കൽക്കരി ഇഷ്ടം പോലെ കിട്ടും. അതുകൊണ്ട് അവരും കുറെയൊക്കെ പിടിച്ചു നിൽക്കും. കേരളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കാര്യങ്ങൾ വളരെ കഷ്ടമായിട്ടാണ് പോകുന്നത്. വേറൊരു കാര്യം ഇതിന്റെ ഇടയിൽ കൂടി ശ്രദ്ധിച്ചോ, റബ്ബർ വില കൂടി വരുന്നുണ്ട്. എന്തുകൊണ്ടാ? അപ്പൊ ഇവിടുത്തെ ടയർ കമ്പനികൾക്ക് ചുരുക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഇമ്പോർട്ടഡ് റബ്ബർ ഇപ്പൊ ഈ കണ്ടെയ്നർ വരാതായതോടുകൂടി റബ്ബറിന് വില കൂടിയിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് അത് നല്ലൊരു പഴക്കമാണ്. അതായത് നമുക്ക് ഈ സൂക്ഷിച്ചില്ലെങ്കിൽ ലാൽ ബഹദൂർ ശാസ്ത്രി അന്ന് പറഞ്ഞു, ഒരു നേരത്തെ ഊണ് ഉപേക്ഷിക്കാനും വന്ന് ഞാൻ വളരെ തീരെ കൊച്ചായിരുന്ന കാലത്താണ് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു. അപ്പൊ ലാൽ ബഹദൂർ ശാസ്ത്രിയെ പറ്റി പറയുന്നത് നമുക്ക് വലിയ കാര്യം. നമ്മുടെ ബഹുമാനപ്പെട്ട മോഡിജി തന്നെ പറഞ്ഞു, എല്ലാവരും ഒന്ന് കരുതിയിരുന്ന് സൂക്ഷിച്ചിരുന്ന് ജീവിച്ച് സ്വർണത്തിന്റെ പർച്ചേസൊക്കെ കുറച്ച് വളരെയേറെ എല്ലാവരും പൊതുഗതാഗതം ഉപയോഗിച്ചിരുന്നാൽ നമുക്കിനി എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് നീണ്ടുപോയാൽ നല്ലത്. അല്ല സതീശനെയോ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ദ്രൗപദി മുർമു ഒന്നും കുറ്റം പറഞ്ഞിട്ടൊന്നും ഇനി കാര്യമില്ല. എന്താ സിറ്റുവേഷൻ നമുക്ക് അറിയാൻ ശ്രീ ഡേവിഡ് വിജയ്, നമുക്ക് മറ്റു പ്രശ്നത്തിലേക്ക് കൊണ്ടുണ്ട്. പ്രസന്നനാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിലക്കയറ്റത്തെ കാണുന്നത്? നമസ്കാരമുണ്ട് സാർ. നമസ്കാരമുണ്ട്. എനിക്ക് മുമ്പ് ഇപ്പൊ സംസാരിച്ച വിഷയം തന്നെ വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. വളരെ എന്താ പറയാ, എന്റെ മനസ്സിലും അത്തരം വിഷയങ്ങളാണ്. അതായത് നമ്മളിങ്ങനെ, ഇതൊരു യാഥാർത്ഥ്യമാണ് വിലക്കയറ്റം. പെട്രോളിനും ഡീസലിനും വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും സാധനങ്ങൾക്ക് വില കൂടുന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ എന്താ പറയാ, ഒരു സാധനങ്ങൾ അന്യ സംസ്ഥാനങ്ങളിൽ വന്നിട്ട് വേണം നമുക്ക് വിനിമയം ചെയ്യാനായിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് വില നമ്മളെ കൂടുതൽ ബാധിക്കും. അതായത് യുദ്ധം വലിയൊരു സംഭവമാണ്. അതുകൊണ്ട് ഈ പ്രകൃതിവാദമൊക്കെ വരുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് വരുന്നത്. നമ്മുടെ നാട്ടിലെ ആഭ്യന്തര ഉൽപാദനം നമ്മുടെ ആവശ്യത്തിനുള്ളതിന് അത്ര തികയില്ല. വളരെ ചെറിയ ശതമാനം നമ്മൾ ഉത്പാദിപ്പിക്കുന്നുള്ളൂ. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ഇതിൽ നിന്നൊന്നും മറികടക്കാൻ പറ്റില്ല. ഇത് കേരള ഗവൺമെന്റിനെ ബാധിക്കുന്ന വിഷയം അല്ല, അവർ സൃഷ്ടിച്ച വിഷയമൊന്നുമല്ല. ഒരു കണക്കിന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനും ഇതിൽ അത് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ വാ വിളിച്ചിരിക്കുന്നു വേണമെങ്കിൽ പറയാം ഈ യുദ്ധത്തിന്റെ പേരിൽ. അപ്പൊ ഇതൊരു വളരെ സങ്കീർണമായ വിഷയമാണ്. ഈ യുദ്ധം ഒരു പരിധി വരെ സമാധാനത്തിൽ കൂടെ അവസാനിക്കണമെങ്കിൽ ഇതിനൊക്കെ ഒരു പരിധി വരെ നമുക്ക് മറികടക്കാൻ സാധിക്കും. പിന്നെ എനിക്കതിൽ പറയാനുള്ളൊരു കാര്യം, ഉപദേശം, അതായത് നമ്മുടെ നാട്ടിൽ സോളാറിന്റെ ഒരു ഉപയോഗം സർക്കാർ ഇടപെട്ട് വീടുകളിൽ നടപ്പാക്കണമെങ്കിൽ ഒരു പരിധി വരെ. അപ്പൊ ധാരാളം കറണ്ട് ഉപയോഗിക്കാൻ പറ്റും. കറണ്ടിൽ തന്നെ പാചകം ചെയ്യാനുള്ള ഒരു സംവിധാനം വരും. അപ്പൊ ഈ ഗ്യാസിൽ നിന്നൊരു മോചനം നമുക്ക് കിട്ടും. ഈ വിലക്കയറ്റം, ഈ ഗ്യാസിന്റെ പ്രശ്നങ്ങൾ അതിസങ്കീർണമാണ്. വരും കാലങ്ങളിൽ ഇത് കൂടി വരുള്ളൂ. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. യുദ്ധത്തിന് അനുബന്ധിച്ച് അതിന്റെ അവസാനം എങ്ങനെയാവുമെന്ന് നമുക്കിപ്പോ തീർത്ത് പറയാൻ പറ്റില്ല. അപ്പൊ അതിന്റെ പേരിൽ അതൊരു വലിയ പ്രശ്നമാണ്. യുദ്ധം തന്നെയാണ് പ്രധാന പ്രശ്നം. ഇതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഉമേഷാണ് കോഴിക്കോട് നിന്നാണ്. ശ്രീ ഉമേഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? എല്ലാ തരത്തിലും വില കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. സാധാരണക്കാരായ മനുഷ്യന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന അവസ്ഥയിലേക്കാണോ നീങ്ങുന്നത്? നമസ്കാരം കിരൺജി. നമസ്കാരം. ഇത് വിലക്കയറ്റം സത്യത്തില് ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാണ്. ഇന്ന് ഓരോ ദിനം പോകുന്തോറും വിലക്കയറ്റം കൂടി വരികയാണ്. പഴയ കാലഘട്ടത്തിലൊന്നും ഇത്തരത്തില്
വിലക്കയറ്റം ഇപ്പൊ മുന്നേ എന്നെ വിളിച്ച് മുന്നേ നിങ്ങൾ വിളിച്ച ഇത് പ്രേക്ഷകൻ പറഞ്ഞ പോലെ വിലക്കയറ്റം എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഉണ്ടാകുമ്പോ അതിനൊരു സർക്കാർ ഇടപെടൽ ഉണ്ടായിരുന്നു, അതേപോലെ ഒരു ചർച്ച ഉണ്ടാകലുണ്ടായിരുന്നു. അപ്പൊ അവര് വിലക്കയറ്റം ഉണ്ടാകുന്നതിന്റെ ആനുപാതികം വെച്ചിട്ട് അതിന് ന്യായമായൊരു വില അവർക്ക് അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ള ഒരു നിലപാടൊക്കെ ഉണ്ടായിരുന്നു. ഈ കാലഘട്ടം, ഈ കുറഞ്ഞ കാലഘട്ടം ഇപ്പൊ അടുത്തായിട്ട് അങ്ങനെ യാതൊരു ഇത് അവരവർ കയറ്റുന്നു, അവരൊരു വില പറയുന്നു, അത് അംഗീകരിക്കുക എന്നുള്ള അത് ജനങ്ങൾ അംഗീകരിക്കേണ്ട സ്ഥിതിവിശേഷം വരുന്നു. ഇതിലൊക്കെ ശരിയായ ഒരു ഇടപെടലുകൾ ഉണ്ടാവണം. ഇപ്പം മിൽമയുടെ വില കയറ്റമായാലും ശരി, പെട്രോളിന്റെ വില കയറ്റവും ഗ്യാസിന്റെ വില കയറ്റവും എന്ന് പറഞ്ഞാൽ അടിക്കടി ഇങ്ങനെ ജനങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ശാശ്വതമായ ഒരു പരിഹാരം കാണാം. ശ്രീ ഉമേഷ്, ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നാണ്. ശ്രീ കൃഷ്ണൻകുട്ടി, ഈ സാധാരണക്കാരുടെ ജീവിതത്തെ ദുരിതത്തിലാക്കുന്ന തരത്തിലേക്ക് വില കയറിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. ക്ഷീരദിനാശംസകൾ. ഇന്ന് ക്ഷീരദിനാശംസകൾ കേട്ടോ. ഇന്ന് പാലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ദിവസമാണോ? അങ്ങനെയാണ് നമ്മുടെ ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചതിനെ പറ്റി നിങ്ങളുടെ മാധ്യമങ്ങളുടെ പ്രതിനിധികൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇതാണ്: ക്ഷീരദിനാശംസകൾ എന്നാണ് പറഞ്ഞത്. എന്ത് മനസ്സിലായി നമുക്കൊക്കെ? അതായത് വെള്ളാപ്പള്ളി നടേശനെ ചാരി പിണറായി അടിക്കാത്തവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അവസാനം ഇപ്പൊ ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ജയിച്ചു, അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പം ഓരോരുത്തർ ഒന്നൊന്നായിട്ട് വെള്ളാപ്പള്ളി നടേശന്റെ വീട്ടിൽ പോകാൻ തുടങ്ങി. സുധാകരൻ പോയി പൊന്നാടി അണിയിച്ചു, ബിന്ദുകൃഷ്ണ പോയി അവിടെ പോയി നമസ്കരിച്ചു. ഇനി ആരൊക്കെ എങ്ങനെയൊക്കെ പോകുന്നു നോക്കിയിരിക്കാം. അപ്പൊ ഇതുവരെ കാണിച്ചതല്ല എന്തായിരുന്നു എന്നിപ്പം ഒന്നൊന്നായിട്ട് വെളിപ്പെട്ട് വരുന്നുണ്ട്. ഇതുവരെ എന്താണ് കാണിച്ചത്? എന്തോ ഇതുവരെ എന്താണ് കോൺഗ്രസ്സുകാര് വെള്ളാപ്പള്ളി നടേശനെതിരെ നേരത്തെ വല്ലതും പറഞ്ഞിരുന്നു? അല്ല, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ മറുപടി പറയുന്നില്ല. അത് താങ്കള് ഞാനത് കേട്ടോണ്ടിരുന്നതാണ്. താങ്കള് അങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. കോൺഗ്രസ്സുകാർ വെള്ളാപ്പള്ളി നടേശനെതിരെ മുമ്പും ശേഷവും ഒന്നും കാര്യമായി ഒന്നും പറയുന്ന ആളുകളല്ല. അവര് അവിടെയൊക്കെ പോവുകയും ഒക്കെ ചെയ്യുന്ന ആളുകളൊക്കെ തന്നെയാണ്. അവരുടെ നേതാവ് സതീശനെതിരെ പറഞ്ഞിട്ട് പോലും ഒരാൾ പോലും അതിനെതിരെ പറയാൻ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. അല്ലാതെ നമ്മൾ ഈ സംസാരിച്ച വിഷയമൊക്കെ തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനെടുക്കെ ഇന്നിപ്പോ അവര് പോയെങ്കിൽ ജനം അത് കാണുന്നുണ്ട്. അതിനു മുമ്പ് വെള്ളാപ്പള്ളി നടേശനെ പൊക്കിക്കൊണ്ട് നടന്ന ആരാണ്? പിണറായി വിജയനാണ് പൊക്കിക്കൊണ്ട് നടന്നത്. അപ്പൊ അതൊന്നും അല്ല നമ്മുടെ വിഷയം. താങ്കൾ അത് ആവശ്യമില്ലാത്ത ഒരു വിഷയം പറഞ്ഞുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. ഇനി വിഷയം പറഞ്ഞു. നമുക്ക് വേണ്ടി മാത്രമല്ലല്ലോ, ഇത് കേൾക്കുന്നവർക്ക് വേണ്ടി കൂടി. അല്ല, അതുകൊണ്ടാണ് ഞാനും മറുപടി പറഞ്ഞത്. അങ്ങനെ കേൾക്കുന്നവർക്ക് വേണ്ടി അറിയണമല്ലോ എന്ന് കരുതി തന്നെയാണ് മറുപടി പറഞ്ഞത്. ഞാൻ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ഇനി ഞാൻ വേറെ കാര്യം പറയാനാ വിളിച്ചു തന്നേ. ഇൻട്രൊഡക്ഷൻ ആയിട്ട് വേണ്ടി അത് പറഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞത് കേട്ടവരൊക്കെ അത് മനസ്സിലാക്കിക്കോട്ടെ. ശ്രീ കൃഷ്ണൻകുട്ടി, ആ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എന്തിനാണ് താങ്കൾ അത് പറഞ്ഞതെന്ന് എനിക്കും കേൾക്കുന്നവർക്കും അറിയാം. അതുകൊണ്ട് മാത്രം അതിനൊരു ഇടപെട്ട് പറഞ്ഞതാണ്. താങ്കൾ ഇനി വിഷയം പറഞ്ഞു. ഇനി അടുത്ത കാര്യം, തെരഞ്ഞെടുപ്പിൽ തോറ്റതിനെ പറ്റി ഞാൻ ഒരു കമന്റ് എഴുതിയപ്പോൾ താങ്കൾ അതിന് മറുപടി പറഞ്ഞു. മതസംഘടനകളുടെ കാര്യം. മതസംഘടനകൾ കേരളത്തിൽ ഇടപെട്ട് തുടങ്ങിയത് 1959 വിമോചന സമര കാലം മുതൽ. കൃഷ്ണൻകുട്ടി, അതെല്ലാം നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാനത് വളരെ കൃത്യമായി തന്നെയാണ് പറഞ്ഞത്. മതസംഘടനകൾ മാത്രമല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.